ബുൾഡോസർ രാജ് നടപടി തുടർന്ന് കോൺഗ്രസ് സർക്കാർ മുൻകൂർ അറിയിപ്പ് പോലും നൽകാതെ വടക്കൻ ബംഗളൂരുവിലെ സറൈപ്പാലയം തനിസാൻഡ്രയിൽ 30ഓളം വീടുകൾ തകർത്തു. വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ബുൾഡോസർ ഉപയോഗിച്ചാണ് വീടുകളും ഗോഡൌണുകളും തകർത്തത്. ബാംഗ്ലൂർ വികസന അതോറിറ്റിയുടെ നേതൃത്വത്തിൽ 200ലധികം വീടുകൾ തകർത്ത കൊഗിലുവിൽ നിന്ന് 10 കിലോമീറ്റർ താഴെ ദൂരമുള്ള സറൈപ്പാളയം തനിസാൻഡ്രയിലാണ് വ്യാഴാഴ്ച ബുൾഡോസർ ഉപയോഗിച്ച് വീടുകൾ തകർത്തത്. അതിരാവിലെ മുന്നറിയിപ്പൊന്നുമില്ലാതെ എത്തിയാണ് 4 ബുൾഡോസറുകൾ ഉപയോഗിച്ച് വീടുകൾ പൊളിച്ചു നീക്കിയത്. കയ്യേറ്റമെന്നാരോപിച്ച് കുടിയൊഴിപ്പിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും മുസ്ലിം കുടുംബങ്ങളാണ്. 20 വർഷമായി പ്രദേശത്ത് താമസിക്കുന്നവരാണ് കുടിയൊഴിക്കപ്പെട്ടത്. വീടുകൾക്ക് പുറമെ ഗ്യാരേജ്, ഗോഡൌൺ എന്നിവയും തകർത്തു. ഒഴിയാൻ വിസമ്മതിച്ചവരോട് കോടതി വിധിയുണ്ടെന്ന് പറഞ്ഞാണ് വീടുകൾ പൊളിച്ചു മാറ്റിയത്. സ്ഥലത്തിന് ഡിജിറ്റൽ കൈവശാവകാശ രേഖ, നികുതി രസീത്, വൈദ്യുതി, കുടിവെള്ള കണക്ഷൻ രേഖകൾ എല്ലാം ഉണ്ടെന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവർ പറയുന്നു. ಇದೆಲ್ಲ ಆಗಿದ್ಮೇಲೆನು ಬಂದು ಹೊಡೆದಿದ್ರೆ ನಾವ್ ಎಲ್ಲಿ ಹೋಗೋದು, ಏನ್ ಮಾಡೋದು? ಇನ್ಫಾರ್ಮೇಶನ್ ಕೊಟ್ಟಿಲ್ಲ, ಒಂದು ಇದನ್ನು ಕೊಟ್ಟಿಲ್ಲ, ನೋಟಿಸ್ ಕೊಟ್ಟಿಲ್ಲ ಒಂದು. फिर भी पंप आपको इनका कौन भी ये नहीं कर पाएंगे। पंप मुंबई 6 बजे में आपको देखा तो बच्चा को नीचे डाल रही भाई का लेडीज बच्चा को नीचे डाल रही, फिर भी कौन भी रहम नहीं खा रही इन लोग. 2004 അർക്കാവതി ലേഔട്ട് ഭവന പദ്ധതിക്കായി സർക്കാർ ഏറ്റെടുത്ത സ്ഥലമാണ് ഒഴിപ്പിച്ചതെന്നാണ് അധികൃതരുടെ വാദം. വിപണിയിൽ 80 കോടി വില വരുന്ന 2 ഏക്കറോളം സ്ഥലം സറൈപ്പാളയത്ത് തിരിച്ചുപിടിച്ചതായി ബംഗളൂരു വികസന അതോറിറ്റി അവകാശപ്പെടുന്നു. അതേസമയം കൊഗിലുവിൽ ഫക്കീർ കോളനിയിലും വസിം ലേഔട്ടിലും നടത്തിയ ബുൾഡോസർ രാജ് വിവാദമായതിനെ തുടർന്ന് പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതി ഇനിയും നടപ്പിലായില്ല. വീട് നഷ്ടപ്പെട്ടവരെ കഴിഞ്ഞ ജനുവരി 1 മുതൽ സർക്കാർ ഫ്ളാറ്റിലേക്ക് മാറ്റുമെന്നാണ് കർണാടക സർക്കാർ പറഞ്ഞത്. കുടിയൊഴിക്കപ്പെട്ടവരുടെ രേഖകളുടെ പരിശോധന ഇനിയും പൂർത്തിയായിട്ടില്ല. മുഴുവൻ പേർക്കും വീട് ലഭിക്കില്ലെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം കൊഗിലുവിൽ താമസിച്ചിരുന്നവർക്ക് വ്യാജരേഖ ചമച്ച് നൽകി പണം വാങ്ങി ഭൂമി വിറ്റ കോൺഗ്രസ് നേതാവ് വസിം ബൈഗ ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൈരളി ന്യൂസ്, ബംഗളൂരു.